നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ICC ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക്. ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ മൂന്നാം തവണയും കിരീടം ഉയർത്തിയത്. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC ഏകദിന കിരീടമാണിത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് ഡാരിൽ മിച്ചലിൻ്റെയും മൈക്കൽ ബെസേലിൻ്റെയും അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസെടുത്തു. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 1 ഓവർ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. ക്യാപ്റ്റൻ ഇന്നിംഗ്സ് പുറത്തെടുത്ത് 76 റൺസെടുത്ത രോഹിത് ശർമ്മയുടെയും 46 റൺസെടുത്ത ശ്രേയസ് അയ്യരുടെയും പുറത്താവാതെ 34 റൺസെടുത്ത KL രാഹുലിൻ്റെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ ചർച്ചയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി നയങ്ങൾക്ക് അകത്തു നിന്നാണ് നയരേഖയെന്നും നടത്തിപ്പിൽ സുതാര്യത ഉണ്ടാകുമെന്നും കൂടാതെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമായിരിക്കും നടത്തിപ്പെന്നും അദ്ദേഹം വ്യക്തമാക്കി. സെസ് ചുമത്തുക ലക്ഷ്യമല്ലെന്നും സാധ്യത മാത്രമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസനത്തിന് ജനം അനുകൂലമാണെന്നും അവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്നും തുടർഭരണമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPM സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേരെ തെരഞ്ഞെടുത്തു. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R ബിന്ദുവിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ശാന്തകുമാരിയും R ബിന്ദുവുമാണ് പുതിയ വനിതാ അംഗങ്ങൾ. ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ്, M രാജഗോപാൽ, KF റഫീഖ്, M മെഹബൂബ്, VP അനിൽ, KP അബ്ദുൽ ഖാദർ, M പ്രകാശൻ മാസ്റ്റർ, VK സനോജ്, V വസീഫ്, K ശാന്തകുമാരി, R ബിന്ദു, അനിൽകുമാർ, K പ്രസാദ്, TR രഘുനാഥ്, S ജയമോഹൻ, DK മുരളി എന്നിവരാണ് പുതിയ പുതുമുഖങ്ങൾ. എല്ലാവരുമായി ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ സ്വീകരിച്ച് മുൻവിധിയില്ലാതെ പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച നയരേഖയിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും ആരും പ്രതീക്ഷിക്കാത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി എന്നത് വലിയ ഉത്തരവാദിത്തമായി കാണുന്നുവെന്നും പാർട്ടിയെ കൂട്ടായി നയിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. CPM സംസ്ഥാന സമിതിയിൽ എടുത്തില്ല എന്ന കാരണത്താൽ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാവ് A പത്മകുമാർ. അതൃപ്തി പരസ്യമാക്കിയ പത്മകുമാർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെയാണ് കൊല്ലത്ത് നിന്ന് മടങ്ങിയത്. പച്ചതിവ്, വഞ്ചന, അവഹേളനം, 52 വർഷത്തെ ബാക്കി പത്രം ലാൽ സലാം എന്നാണ് പത്മകുമാർ ഇതിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുമ്പോൾ കഴിഞ്ഞ കാലത്തെ സമര സംഘടനാ പ്രവർത്തനങ്ങളും കണക്കിലെടുക്കണമായിരുന്നുവെന്നും ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടിക്ക് ബോധ്യപ്പെടേണ്ടി വരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. വീണ ജോർജിനെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവാക്കിയതിലും അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട്. എന്നാൽ ചർച്ചയായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചു. കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞതാണ് ശരിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPM നയരേഖ കേരളം പിന്നോട്ട് പോകാതിരിക്കാനുള്ള വഴിയാണെന്ന് പറഞ്ഞ അദ്ദേഹം LDF മൂന്നാമതും അധികാരത്തിലെത്തുമെന്നും അവകാശപ്പെട്ടു. CPM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും അർഹതപ്പെട്ട വിഹിതം നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ പോലും സഹായം നൽകിയില്ല. കേരളത്തോട് ക്രൂരമായ വിവേചനം കാണിക്കുന്നു. BJPയെ സ്വീകരിക്കാത്തതിനാൽ കേരളത്തെ ശത്രുക്കളായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നാടിൻ്റെ താൽപ്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു നിക്ഷേപവും സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ആണ് യഥാർത്ഥ ഇടതെന്നും CPM തീവ്ര വലതുപക്ഷ ലൈനാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന നിലപാടായിരുന്നു സീതാറാം യെച്ചൂരിയുടേതെന്നും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ചുമതല വഹിക്കുന്ന പ്രകാശ് കാരാട്ട് എങ്ങനെയാണ് നിലപാട് മാറ്റുന്നതെന്നും ചോദിച്ച സതീശൻ കേരളത്തിലെ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുടെ ഭീഷണിപ്പെടുത്തലിനെ തുടർന്നാണ് അതിന് വഴങ്ങിയിരിക്കുന്നതെന്നും പറഞ്ഞു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നയിക്കുന്ന ക്യാമ്പസ് ജാഗരൺ യാത്രക്ക് നാളെ തുടക്കമാകും. NSUI ദേശീയ പ്രസിഡന്റ് വരുൺ ചൗധരി യാത്ര ഉദ്ഘാടനം ചെയ്യും. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയകൾക്കെതിരെ ജനമനസ്സുകളും സർക്കാർ സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ സംഘടിപ്പിക്കുന്നത്.
കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനും ADM നവീൻ ബാബുവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴി. കളക്ടർ അവധി നൽകാത്തതിലടക്കം നവീൻ ബാബുവിന് വിഷമമുണ്ടായിരുന്നെന്നാണ് ADMന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മൊഴി നൽകിയത്. അതേസമയം നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതൽ കളക്ടറെ സംശയിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായ ADM നവീൻ ബാബു മനഃപൂർവ്വം ഒരു ഫയൽ താമസിച്ചു പോയെന്നാണ് വകുപ്പ് തലത്തിൽ പരിശോധിച്ചതെന്നും നവീൻ ബാബു അഴിമതി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ ADM കേസിലെ ക്രൈം അന്വേഷിക്കുന്ന ഏജൻസിക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പരാതിക്കാർ മൊഴി നൽകാത്തതിൻ്റെ പേരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത 35-ലധികം കേസുകൾ എഴുതിത്തള്ളും. കേസ് എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കിയ വിവരം ഹൈക്കോടതിയെ അറിയിക്കും എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ താമരശ്ശേരി മൈക്കാവ് സ്വദേശിയായ ഷാനിദ് എന്ന യുവാവ് ലഹരി മരുന്ന് വിഴുങ്ങിയതിനെ തുടർന്ന് മരണപ്പെട്ടതിൻ്റെ കാരണം അമിത അളവിൽ ശരീരത്തിൽ രാസലഹരി മരുന്ന് എത്തിയതുകൊണ്ടാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അമിതമായി ലഹരി മരുന്ന് ശരീരത്തിലെത്തി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു എന്നും റിപ്പോർട്ടിലുണ്ട്. ഷാനിദ് ഇന്നലെയാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. MDMA പാക്കറ്റുകൾ വിഴുങ്ങി മരിച്ച ഷാനിദിൻ്റെ വയറിനുള്ളിൽ സ്കാൻ പരിശോധനയിൽ 3 പാക്കറ്റുകൾ കണ്ടെത്തി. ഇവയിൽ 2 പാക്കറ്റുകൾ ക്രിസ്റ്റൽ തരികളും 1 ഇല പോലുള്ള വസ്തുവുമാണ് കണ്ടെത്തിയത്. ഇത് കഞ്ചാവാണെന്നാണ് നിഗമനം. ഷാനിദിൻ്റെ ഇൻക്വസ്റ്റ് പൂർത്തിയായി. താമരശ്ശേരി തഹസിൽദാരുടെയും കുന്നമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു ഇൻക്വസ്റ്റ്. ഷാനിദിൻ്റെ മരണം പേരാമ്പ്ര DYSP അന്വേഷിക്കും. താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കൊലപാതകത്തിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയ ഊമക്കത്ത് പുറത്തു വന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ പരീക്ഷ കഴിയും മുമ്പ് വകവരുത്തുമെന്നായിരുന്നു ഊമക്കത്ത്. വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതിയ കത്ത് സാധാരണ തപാലിലാണ് സ്കൂൾ അധികൃതർക്ക് ലഭിച്ചത്. കാലിന് പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പൻ്റെ ആരോഗ്യനില തൃപ്തികരം. ആനയുടെ കാലിലെ പരിക്ക് ഭേദമായിട്ടുണ്ടെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തര ചികിത്സയുടെ ആവശ്യമില്ലെന്ന നിലപാടുമാണ് നിരീക്ഷണ സംഘം. മയക്കുവെടി നൽകി ചികിത്സ നൽകാനായിരുന്നു വനം വകുപ്പ് നേരത്തെ ഉദ്ദേശിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തര ചികിത്സയുടെ ആവശ്യമില്ലെന്ന നിലപാടാണ് വനം വകുപ്പ്. ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആക്ഷേപം. തന്ത്രിമാരുടെയും വാര്യർ സമാജത്തിൻ്റെയും എതിർപ്പിനെ തുടർന്ന് ദേവസ്വം റിക്രൂട്ട് ബോർഡ് വഴി കഴകപ്രവൃത്തിയിൽ നിയമിച്ച ബാലു എന്ന ചെറുപ്പക്കാരനെ ഓഫീസിലേക്ക് സ്ഥലം മാറ്റി. സ്ഥലം മാറ്റം താൽക്കാലികമെന്ന് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KG അജയകുമാർ വിശദീകരിച്ചു. ഉത്സവം സുഗമമായി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുവാവിനെ താൽക്കാലികമായി ഓഫീസിലേക്ക് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിങ്ങാലക്കുട കുടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പൂർത്തിയാക്കിയ ഘട്ടത്തിലും ജാതി ചിന്തയിലും അതിലധിഷ്ഠിതമായ വിവേചനബോധവും പേറുന്നവർ കേരളത്തിൻ്റെ നവോത്ഥാന പ്രാരംഭത്തിന് അപമാനമാണെന്നും ഇനിയൊരു വട്ടം കൂടി ഒരു തീയപ്പാട് ദൂരമോ ചെറുമപ്പാട് ദൂരമോ മാറി നിൽക്കാൻ നമ്മളെ സ്വയം വിട്ടുകൊടുക്കാതിരിക്കുകയെന്നും KC വേണുഗോപാൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.